ഞങ്ങളോട് പിരിയുന്നത്. ഞങ്ങൾ സമരം തുടരുകയാണ്. ഞങ്ങൾ ഈ ഗവർണർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ ഞങ്ങൾ ഈ സമരം തുടരുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ ഈ പ്രതിഷേധ പ്രകടനം നടത്തി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് അത് അവസാനിപ്പിക്കും. ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് ഇതിനുള്ളിൽ അനുമതി കൊടുത്തവർക്കെതിരെ നിങ്ങൾ എന്ത് പറയാൻ പോകും? അല്ല, അനുമതി കൊടുത്തിട്ടുള്ളത് ഗവർണർ, പിന്നെ പറഞ്ഞ പോലെ ചാൻസലറാണ് ഗവർണർ. വൈസ് ചാൻസലർ ഈ പറഞ്ഞതുപോലെ ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഏറ്റവും നടത്തേണ്ട അദ്ദേഹത്തിന് ശക്തമായ സമരം തന്നെ ഉണ്ടാകും. ഇതിനൊന്നും ഒരു ചോദ്യം നിലപാട് ഇതാണെങ്കിൽ നിങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സർവകലാശാലയിൽ എന്തിനിങ്ങനെ ഒരു പരിപാടി നടത്തിയത് സ്വാഭാവിക ചോദ്യം അല്ല, ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ പിന്നെ ഇടതുപക്ഷ സർക്കാരിന് 99 സീറ്റുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. എന്നിട്ട് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്ത് RSS അല്ലേ? ഈ ചോദ്യം നിങ്ങൾ അങ്ങോട്ട് വയ്ക്കണം. ആ ചോദ്യം എന്താ അങ്ങോട്ട് നിങ്ങളാത്തത്? എന്താണ് ഫെഡറൽ തത്വങ്ങളുടെ ഈ രാജ്യത്തെ അവസ്ഥ എന്താണ്? ആ ചോദ്യത്തിൽ എന്താ പ്രസക്തി ഇല്ലാത്തത്? ഞങ്ങളോട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ഭയങ്കര ഭൂരിപക്ഷം ഉണ്ടല്ലോ സെനറ്റിൽ, സിൻഡിക്കേറ്റ് മെമ്പർമാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടെന്ന്. ഞങ്ങൾ ചെയർപേഴ്സൺമാർ ഇതിനകത്തുണ്ട്. ഒരു പ്രശ്നമില്ല. സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും ഞങ്ങളുണ്ട് ശക്തമായിട്ടുള്ള ശക്തിയായിട്ട്. പക്ഷെ അതല്ലല്ലോ വിഷയം. അട്ടിമറിക്കുകയാണ്.